എല്ലാ വർഷവും 300-ലധികം കുറ്റവാളികളാണ് രക്ഷപ്പെട്ട് വിദേശത്തേക്ക് കടക്കുന്നത്. അവരിൽ പലരും തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ് ഒളിച്ചിരിക്കുന്നത്. അവിടെ കൊറിയൻ ടൂറിസ്റ്റുകളുടെയും ബിസിനസ്സുകാരുടെയും നേർക്കുള്ള അവരുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. വർഷം 2008 ആദ്യം കാണിക്കുന്നത് വിയറ്റ്നാമിലെ ഹോച്ച്മിൻ സിറ്റിയാണ്. സിറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ട് ഒരു സ്ഥലം നോക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് രണ്ടുപേര്. ഇതിൽ ആദ്യത്തെ ആളാണ് ഈ സ്ഥലം വാങ്ങാൻ വന്നിരിക്കുന്നത്. മറ്റാള് ബ്രോക്കറാണ്. ഈ സ്ഥലം വാങ്ങാൻ വന്നവന്റെ പേര് ചോയ് എന്നാണ്. അവന്റെ കൂടെയുള്ള ബ്രോക്കറിന്റെ പേര് യൂജോങ് എന്നും. ഈ ചോയ് നല്ല കാശുകാരനാണ്. അവൻ അവിടെ ഒരു റിസോർട്ട് പണിയണം. അതിനു വേണ്ടിയിട്ടാണ് അയാൾ ആ സ്ഥലം നോക്കാൻ വന്നിരിക്കുന്നത്. അങ്ങനെ യൂജോങ് അവൻ ആ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് വേറൊരു ടീം ഒരു വാനിൽ അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ യൂജോങ് അവരുടെ കാര്യങ്ങളൊക്കെ ചോയുടെ അടുത്ത് പറയാൻ തുടങ്ങി. അതായത് ഒരു കാർ കച്ചവടക്കാരനുണ്ട്, അയാൾക്ക് ചോയിനെ ഒന്ന് പരിചയപ്പെടണം, അതുകൊണ്ടാണ് ഞാൻ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നാണ് യൂജോങ് ചോയുടെ അടുത്ത് പറയുന്നത്. ചോയ് ആണെങ്കിൽ അതിന് സമ്മതം പറയുകയും ചെയ്യുന്നു. അങ്ങനെ ആ വാനിലുള്ള ആൾക്കാർ അവിടെ എത്തി. 3 പേര് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചോയുടെ അടുത്തേക്ക് പോവാണ്. ഈ 3 ആൾക്കാരിൽ 2 പേര് ഈ യൂജോങ്ങിന്റെ പാർട്ട്നേഴ്സ് ആണ്. എന്നാൽ ചോയിനെ മീറ്റ് ചെയ്യാൻ വന്ന ആള് കാറിന്റെ അകത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് ചോയിനെയും കൂട്ടി നേരെ ആ കാറിന്റെ അകത്തേക്ക് കയറി. ഈ കാറിനകത്തിരിക്കുന്ന ആളുടെ പേര് കാങ് എന്നാണ്. ഇവനാണ് ഈ കഥയിലെ വില്ലൻ. ഇവന്റെ മെയിൻ പരിപാടി കാശുള്ള ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് പൈസ അടിച്ചു മാറ്റുക. അതാണ് അവനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആദ്യം ചോയ് കാറിനകത്തേക്ക് കയറിയപ്പോൾ സാധാരണ രീതിയിലാണ് കാങ് സംസാരിക്കുന്നത്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അയാളുടെ സ്വഭാവം മാറാൻ തുടങ്ങി. ഈ കാങ്ങിന് ഒരു അസിസ്റ്റന്റ് ഉണ്ട്. അവന്റെ പേര് ഡു എന്നാണ്. പെട്ടെന്നാണ് കാങ് പറഞ്ഞതിനെ തുടർന്ന് ഡു ആ ചോയിനെ പിടിച്ച് ശരിക്കും ഇട്ടിരിക്കുന്നത്. ഒറ്റയിടിയിൽ തന്നെ അവന്റെ മുഖമൊക്കെ പൊട്ടിയിട്ട് ചോര വരാൻ തുടങ്ങി. അവനൊന്ന് സംസാരിക്കാൻ പോലും അവർ അവസരം കൊടുക്കുന്നില്ല. തുടരെ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ഇടിയൊക്കെ മേടിച്ചു കൂട്ടിയതിനു ശേഷം ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി. എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നാണ് ചോയ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിന്റെ വിചാരം ഞാനൊരു കാറ് കച്ചവടക്കാരനാണെന്നാണോ? എന്നാൽ നിനക്ക് തെറ്റി. നിന്നെ കിഡ്നാപ്പ് ചെയ്യാനാണ് ഞാൻ വന്നത് എന്നാണ് കാങ് അതിന് മറുപടി പറയുന്നത്. ഇനി കാണിക്കുന്നത് കൊറിയയാണ്. ഒരുത്തനിപ്പം ഒരു കത്തി കാട്ടിയിട്ട് അവിടെ സിറ്റിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസുകാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് ആർക്കും തന്നെ അവനെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. അവനിപ്പം അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിടാൻ തുടങ്ങി. പോലീസുകാർ എന്ത് കാണിച്ചിട്ടും അവനെ പിടിക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് നമ്മുടെ മച്ചാന്റെ എൻട്രി. ഡോൺലി. ഇവനും പോലീസാണ്. ഈ സിനിമയിൽ ഇവന്റെ പേര് മാ സിയോക് ഡു എന്നാണ്. നമുക്ക് ഡോൺലി എന്ന് തന്നെ വിളിക്കാം. അളിയൻ എവിടെ പെണ്ണൊക്കെ കാണാൻ പോയിട്ട് ഒന്നും ശരിയാവാത്തതിന്റെ നിരാശയിലാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഡോൺലി അവിടെ വന്ന് നോക്കുമ്പോൾ പ്രശ്നം വഷളാണ്. ആ പ്രാന്തനാണെന്നുണ്ടെങ്കിൽ ചങ്ങല പൊട്ടിച്ച രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. അവനെ മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കീഴടക്കാൻ പറ്റത്തില്ല എന്ന കാര്യം ഡോൺലിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഡോൺലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ആ സൂപ്പർ മാർക്കറ്റിന്റെ പുറകിലൂടെ അതിനകത്തേക്ക് കയറി. പതുക്കെ ചെന്നിട്ട് അവനെ പിടിക്കണം എന്നാണ് ഡോൺലി വിചാരിച്ചത്. എന്നാൽ ആള് നല്ല സൈസ് അല്ലേ. അവിടുത്തെ സാധനങ്ങളുടെ ഇടയിലോട് വരുമ്പോൾ അവന്റെ ശരീരം തട്ടി അവിടുത്തെ ഒരു അലമാര താഴേക്ക് വീണു. അതോടുകൂടെ ആ പ്രാന്തനാണെങ്കിൽ അലേർട്ട് ആവുകയും ചെയ്തു. ഇനിയിപ്പം അവൻ അറിയാതെ അവനെ പിടിക്കാൻ പറ്റത്തില്ല എന്ന കാര്യം ഡോൺലിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ട് ഡോൺലി അവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഡാ ചെറുക്ക, ആ കത്തി താഴെയിട്, നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീർക്കാം എന്നൊക്കെയാണ് ഡോൺലി പറയുന്നത്. പക്ഷെ അതൊന്നും കേട്ടിട്ടും ആ പ്രാന്തം പിന്മാറുന്നില്ല. അവനിപ്പോ ഡോൺലിക്ക് നേരെയാണ് കത്തി ചൂണ്ടിയിരിക്കുന്നത്. ഇതും കൂടെ കാണുമ്പോൾ ഡോൺലിക്ക് അങ്ങോട്ട് കലി കയറാൻ തുടങ്ങി. ഡോൺലി വേഗം ചെന്നിട്ട് അവനെ പൊക്കി ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ് താഴേക്ക്. അങ്ങനെ അവനെ താഴെയിട്ട് 2 ഇടി കൊടുത്തതിന് ശേഷം ഡോൺലി അവനെ പൊക്കിയെടുത്തു. ഈ സമയത്താണ് അവൻ ഡോൺലിയുടെ കയ്യിൽ പിടിച്ച് കടിക്കുന്നത്. അത് ഡോൺലിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മച്ചാന്റെ വക ഒരൊറ്റ ഇടിയാണ്. ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിൻഡൽ ഇടി. ആ ഒറ്റ ഇടിയിൽ തന്നെ ആ ഭ്രാന്തനാണെങ്കിൽ ബോധം കെട്ട് വീഴുകയും ചെയ്തു. അങ്ങനെ പോലീസുകാർ ചേർന്നിട്ട് സക്സസ് ആയിട്ട് അവനെ പിടിച്ചെങ്കിലും പിറ്റേ ദിവസം ന്യൂസ് വന്നിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ്. അതായത് പോലീസുകാർ ആൾക്കാരെ മർദ്ദിച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡോൺലിയുടെ ഫോട്ടോ ഉൾപ്പെടെയാണ് പത്രത്തിൽ ന്യൂസ് വന്നിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഡോൺലിയും ടീം അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള പോലീസുകാർ പറയുന്നത് ഈ പത്രക്കാർ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ആ പ്രാന്തനെ പിടിച്ചപ്പോൾ എല്ലാവരും അവിടെ നിന്ന് കൈയടിച്ചായിരുന്നു. എന്നിട്ട് ഒരുമാതിരി മറ്റെടുത്ത വാർത്തയാണ് അവന്മാർ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെയാണ് മറ്റേ പോലീസുകാർ പറയുന്നത്. എന്നാൽ ഡോൺലിക്ക് അത് കണ്ടിട്ട് വലിയ പ്രശ്നവും തോന്നുന്നില്ല. കാരണം ഡോൺലിയുടെ ഫോട്ടോയിൽ കണ്ണ് മറച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ കണ്ണ് അവര് മറച്ചല്ലോ, അതുകൊണ്ട് എന്നെ ആർക്കും കണ്ടാൽ മനസ്സിലാവത്തില്ല എന്നാണ് ഡോൺലി പറയുന്നത്. ഈ സമയത്താണ് അവരുടെ ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നത്. ആ പത്രവാർത്ത ക്യാപ്റ്റനും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ നല്ല ദേഷ്യത്തിലാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു അവസരത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയാനാണ് ക്യാപ്റ്റൻ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അതായത് അവർക്ക് പുതിയൊരു മിഷൻ ഉണ്ട്. ഉടനെ തന്നെ വിയറ്റ്നാമിലേക്ക് പോകണം. അവിടെ അടുത്തായിട്ട് ജ്വല്ലറി ഒക്കെ മോഷ്ടിച്ച ഒരാളുണ്ട്. പോലീസുകാർക്ക് അവന് ഇതുവരെയായിട്ടും പിടിക്കാൻ സാധിച്ചിട്ടില്ല. അവനിപ്പോ വേറെ ഏതൊരു കേസിന് വിയറ്റ്നാമിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുകയാണ്. അവൻ ഉടനെ തന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരണം. അതാണ് അവരുടെ പുതിയ മിഷൻ. ആ കീഴടങ്ങിയിരിക്കുന്ന കുറ്റവാളി മറ്റാരുമല്ല, നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ബ്രോക്കറെ കണ്ടിട്ടില്ലായിരുന്നു, യൂജോങ്. അവനാണ് വിയറ്റ്നാമിൽ കീഴടങ്ങിയിരിക്കുന്നത്. അവനെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരണം. ക്യാപ്റ്റൻ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഡോൺലിയുടെ കൂടെ നിൽക്കുന്ന പോലീസുകാർക്കൊക്കെ ഇൻട്രസ്റ്റ് ആയി. അവർ ഡോൺലിയുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയറ്റ്നാമിലേക്കല്ല പോകുന്നത്, നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് 3 ദിവസമൊക്കെ കഴിഞ്ഞിങ്ങോട്ട് വന്നാൽ മതി എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അവരുടെ ആ സംസാരം കേൾക്കുമ്പോൾ ക്യാപ്റ്റന് ശരിക്കും
ദേഷ്യമാണ് വരുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? രാജ്യം വിട്ട ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്രിമിനലിനെ പിടിക്കാനാണ് അങ്ങോട്ട് പോകുന്നത്, അല്ലാതെ പിക്നിക്കിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഡോൺലിയുടെ കൂടെ നിങ്ങൾ പോണ്ട, ഈ ഒരു മിഷന് ഞാൻ പോയിക്കോളാം എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഡോൺലിക്ക് ചിരിയാണ് വരുന്നത്. ക്യാപ്റ്റൻ നിങ്ങളോ? അതിന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വല്ലതും അറിയോ? അവൻ ചോദിക്കുന്നു. എനിക്ക് വേണ്ട ഇംഗ്ലീഷൊക്കെ അറിയാം, ഹൂ ആർ യു എന്നൊക്കെ ചോദിച്ചാൽ പോരെ, അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവർ വിയറ്റ്നാമിലേക്ക് പുറപ്പെടുകയാണ്. എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോൾ ക്യാപ്റ്റന്റെ ഹൂ ആർ യു കൊണ്ടൊന്നും അവിടെ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന കസ്റ്റംസ് ഓഫീസറൊക്കെ ഡോൺലിയെയും ക്യാപ്റ്റനെയും അറസ്റ്റ് ചെയ്തു. ഇംഗ്ലീഷ് പറയാൻ അറിയാത്തോണ്ട് അവർക്ക് അവിടെ നിന്ന് നൂരാനും സാധിക്കുന്നില്ല. അങ്ങനെ അവരവിടെ വെയിറ്റ് ചെയ്യാണ്. കുറച്ച് സമയം കഴിയുമ്പോഴാണ് വിയറ്റ്നാമിന് ഒരു റെസിഡന്റ് ഓഫീസർ അങ്ങോട്ട് വരുന്നത്. ഇയാൾ ഒരു കൊറിയക്കാരനാണ്, പാർക്ക് എന്നാണ് ഇയാളുടെ പേര്. അയാളെ കാണുമ്പോഴാണ് ക്യാപ്റ്റനും ഡോൺലിക്കൊന്ന് ആശ്വാസമാവുന്നത്. അങ്ങനെ പാർക്ക് ഉടനെ തന്നെ അവരവിടെ നിന്ന് റിലീസ് ചെയ്യാണ്. അങ്ങനെ അന്ന് രാത്രി പാർക്ക് അവരെ കൊണ്ടുപോകുന്നത് അവിടെയുള്ള ഒരു റെസ്റ്റോറന്റിലേക്കാണ്. അവരവിടെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. ഈ സമയം ഡോൺലി നോക്കുമ്പോൾ അവരുടെ ഓപ്പോസിറ്റ് ടേബിളിലായിട്ട് 3 കൊറിയക്കാരിയ്ക്കുന്നുണ്ട്. 3 പേരും ഗുണ്ടകളാണ്. എന്തൊക്കെ പിടിച്ചുപറിയൊക്കെ നടത്തിയിട്ട് അവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ കണ്ടപ്പോൾ തന്നെ പെശകാണ് എന്ന കാര്യം ഡോൺലിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഡോൺലി അവർക്ക് നേരെ കൈ കാണിക്കാൻ തുടങ്ങി. അതെല്ലാം കാണുമ്പോൾ അത് പോലീസാണ് എന്ന കാര്യം ആ ഗുണ്ടകൾക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്. ഡോൺലി അവരെ പിടിക്കാൻ അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻ അവനെ പിടിച്ച് താഴേക്കാൻ ഇരുത്തുന്നു. ഈ സമയത്താണ് 2 ആൾക്കാർ അവിടുത്തെ ഒരു ബിസിനസിന്റെ വിസിറ്റിംഗ് കാർഡും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. ഡോൺലി നോക്കുമ്പോൾ അതിൽ ഒരുത്തനെ ഡോൺലിക്ക് അറിയാം. കുറെ കാലത്തിന് ശേഷമാണ് ഡോൺലി അവനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഡിന്നറിൽ അവനും പങ്കുചേരാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഫ്രണ്ട് ഒരു കാര്യം പറയുന്നത്. നിങ്ങളിവിടെ വെറുതെ അടിച്ചു പൊളിക്കാൻ വന്നതല്ലേ, പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നതല്ലോ. ഇനി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ കേട് നിങ്ങൾക്ക് തന്നെയാണ്. ഈ വിയറ്റ്നാമിൽ കൊറിയൻ പോലീസിന് ഒരു വിലയുമില്ല. മാത്രമല്ല ഇവിടുത്തെ ഗുണ്ടകളൊക്കെ നടക്കുന്നത് തോക്കും വടിവാളൊക്കെ പിടിച്ചിട്ടാണ്. അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. പാർക്കും അത് ശരിവെക്കാണ്. അങ്ങനെ പിറ്റേ ദിവസം പാർക്ക് ഡോൺലിയെയും ക്യാപ്റ്റനെയും വിളിച്ചുകൊണ്ട് പോകുന്നത് ആ യൂജോങ് കീഴടങ്ങിയ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടേക്ക് എത്തിയ ഉടനെ തന്നെ അവർ ആ പോലീസ് സ്റ്റേഷന്റെ ഉൾഭാഗമൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. ഈ സമയം ഡോൺലി നോക്കുമ്പോൾ അവിടെ കുറച്ച് ആളുകളുടെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അവരെല്ലാവരും മിസ്സിംഗ് കേസാണ്. എല്ലാവരും കൊറിയൻ ടൂറിസ്റ്റ് ആണ്. അതെല്ലാം കാണുമ്പോൾ ഇത്രയും കൊറിയക്കാർ ഇവിടെ മിസ്സിംഗ് ആയോ, എന്നിട്ട് ഇവരെ കുറിച്ച് ഒരു വിവരവും ഇതുവരെയായിട്ടും കിട്ടിയില്ലേ എന്നൊക്കെയാണ് ഡോൺലി ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അതൊരു വലിയ കഥയാണ്. ഒരു മാസം ഇവിടെ 30,000 ടൂറിസ്റ്റ് വരുന്നുണ്ട്. അതിൽ കുറെ ആൾക്കാരെ കാണാതാവും. പൈസയ്ക്ക് വേണ്ടിയിട്ട് ആരോ പിടിച്ചോണ്ട് പോകുന്നതാണ്. അതിനെക്കുറിച്ചിട്ടൊന്നും ഇതുവരെയായിട്ടും വിവരം കിട്ടിയിട്ടില്ല എന്നാണ് പാർക്ക് അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവരിപ്പോ ആ യൂജോങ്ങിനെ തിരിച്ച് കൊറിയയിലേക്ക് കൊണ്ടുപോകാനുള്ള പേപ്പറുകളും കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഡോൺലി പാർക്കിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. അല്ല, എന്തിനാണ് ഈ യൂജോങ് ഇവിടെ കീഴടങ്ങിയത് എന്നാണ് ഡോൺലി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ എന്തോ കുറ്റബോധം കൊണ്ട് കീഴടങ്ങിയതാണെന്നാണ് പറഞ്ഞത് എന്നാണ് പാർക്ക് അതിന് മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഡോൺലിക്ക് ചിരിയാണ് വരുന്നത്. കുറ്റബോധം കൊണ്ട് കീഴടങ്ങിയെന്നോ, അവനോ എന്ന് പറഞ്ഞിട്ട് ഡോൺലി ചിരിക്കാൻ തുടങ്ങി. അത് കേൾക്കുന്ന ക്യാപ്റ്റനും ചിരി അങ്ങോട്ട് അടക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ പേപ്പർ വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്യാപ്റ്റനും ഡോൺലി നേരെ പോകുന്നത് ആ യൂജോങ്ങിന്റെ അടുത്തേക്കാണ്. അവനിപ്പോഴും വിലങ്ങ് വെച്ചിട്ട് ഒരു ടേബിളിൽ ഇരുത്തിയിട്ടുണ്ട്. അവരവന് ഭക്ഷണവും കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അവൻ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോൺലി അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. സത്യം പറ, എന്തിനാണ് നീ ഇവിടെ കീഴടങ്ങിയത് എന്നാണ് ഡോൺലി ചോദിക്കുന്നത്. ഡോൺലി വളരെ മര്യാദയ്ക്കാണ് ചോദിക്കുന്നത്. എന്നാൽ യൂജോങ് ആണെങ്കിൽ അഹങ്കാരത്തോടെയാണ് മറുപടി പറയുന്നത്. ഞാനത് ഇവിടുത്തെ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് കുറ്റബോധം തോന്നി, അതുകൊണ്ടാണ് ഞാൻ കീഴടങ്ങിയത് എന്നാണ് അയാൾ പറയുന്നത്. അവന്റെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ഡോൺലിക്ക് അതങ്ങോട്ട് പിടിച്ചിട്ടില്ല. ക്യാപ്റ്റൻ, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കോ, ഞാൻ ഇവനോട് ചോദിക്കേണ്ട പോലെ ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോൺലി ക്യാപ്റ്റനെ പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട് അവനോട് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്നാൽ ഇത്തവണ ഡോൺലി മര്യാദയുടെ ഭാഷയിലല്ല ചോദിക്കുന്നത്. അവൻ ആ യൂജോങ്ങിന്റെ തല അവിടുത്തെ ടേബിളിലേക്ക് താഴ്ത്തി വെച്ചിട്ട് അവന്റെ കഴുത്തിന് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. സത്യം പറ, എന്തിനാണ് നീ കീഴടങ്ങിയത് ഡോൺലി ചോദിക്കുന്നു. ഡോൺലി ഇങ്ങനെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നുണ്ട് അവൻ ആ വേദന അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എന്നെ ആ ലീജോങ് കൊല്ലാൻ ശ്രമിച്ചു, അതുകൊണ്ട് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കീഴടങ്ങിയത് എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോ ലീജോങ്ങോ, അത് നിന്റെ ആ ക്രൈം പാർട്ട്ണർ അല്ലേ? നിങ്ങൾ ഒരുമിച്ചല്ല ജ്വല്ലറി കുത്തി തുറന്നത്. അവൻ ഇവിടെ ഉണ്ടോ? എങ്കിൽ അവനെയും ഞങ്ങൾക്ക് വേണമല്ലോ. അവനെ കൂടാതെ വേറൊരുത്തം കൂടെ നിന്റെ ടീമിലില്ലേ? ഇവരൊക്കെ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഡോൺലി വീണ്ടും ചോദിക്കുന്നു. എന്നാൽ അതിനവൻ പറയുന്ന മറുപടി ഡോൺലിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തികരമല്ല. അതുകൊണ്ട് തന്നെ ഡോൺലി വീണ്ടും അവനെ പിടിച്ച് ഉപദ്രവിക്കാൻ തുടങ്ങി. ഇത്തവണ ഡോൺലി അവന്റെ കൈ വെച്ചിട്ട് അവിടുത്തെ ടേബിൾ ഒരൊറ്റ അടി കൊടുക്കുകയാണ്. ആ ശബ്ദം പോലും അവന് സഹിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഡോൺലിയുടെ ഇടി അവൻ സഹിക്കാൻ പോകുന്നത്? അങ്ങനെ അവൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. മറ്റവൻ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ആ ലീജോങ് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് അവൻ ആ ലീജോങ് താമസിക്കുന്ന സ്ഥലം അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സ്ഥലം കിട്ടിക്കഴിയുമ്പോൾ ഡോൺലി ക്യാപ്റ്റനെയും കൂട്ടി ആ ലീജോങ്ങിനെ പിടിക്കാൻ പോവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ ലീജോങ്ങിന്റെ വീട്ടിലെത്തി. എന്നാൽ അതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ ലീജോങ് അവിടെ മരിച്ചു കിടക്കുകയാണ്. അതൊരു കൊലപാതകമായിരുന്നു.
പക്ഷെ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ പരിശോധിച്ചതിന് ശേഷം ഡോൺലിയും ക്യാപ്റ്റനും തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ തന്നെ എത്തി. അതിനുശേഷം ഡോൺലി വീണ്ടും യൂജോങ്ങിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ലീജോങ്ങിനെ ആരോ കൊന്നു എന്നറിയുമ്പോൾ യൂജോങ് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതായത് ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ഭാഗങ്ങളുണ്ടല്ലോ, അതിന്റെ ബാക്കിയാണ് ഇനി അയാൾ പറയുന്നത്. ആ കാങ്ങും ഡൂവും കൂടെ ആ ചോയിനെ ഇടിച്ച് പരിപ്പിളക്കിയല്ലോ. ഈ കാങ് പറഞ്ഞിട്ടാണ് യൂജോങ്ങും ടീമും ചോയിനെ കാങ്ങിന്റെ അടുത്ത് എത്തിച്ചത്. അതിന് അയാൾ കുറെ പൈസ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ചോയിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ വളരെ കുറച്ച് പൈസയാണ് കാങ് അവർക്ക് കൊടുക്കാന്ന് പറയുന്നത്. എന്നാൽ യൂജോങ്ങും കൂട്ടരും അത് ആക്സെപ്റ്റ് ചെയ്തില്ല. ആ വാന്റെ അകത്ത് വെച്ചിട്ട് അവർ അതിനെക്കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് ചോയ് പെട്ടെന്ന് ഡോറ് തുറന്നിട്ട് പുറത്തേക്ക് ഓടി പോകുന്നത്. അത് കണ്ട ഉടനെ തന്നെ യൂജോങ്ങും കൂട്ടരും അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. യൂജോങ്ങും അവന്റെ ടീമിലുള്ള രണ്ടുപേരുമാണ് അവന്റെ പുറകെ പോകുന്നത്. അങ്ങനെ കുറെ ഓടി അവർ 3 പേരും കൂടെ ചോയിനെ പിടിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് അവനെ ശരിക്കും ഉപദ്രവിക്കാൻ തുടങ്ങി. ഈ സമയം ചോയ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത്? എന്നെ നിങ്ങൾക്ക് വെറുതെ വിട്ടുകൂടെ? നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം. നിങ്ങൾ എന്റെ ഹോട്ടൽ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ 2 ലക്ഷം രൂപയും ഒരുപാട് സ്വർണ്ണവും ഇരിപ്പുണ്ട്. അത് മൊത്തം നിങ്ങൾ എടുത്തോ. മാത്രമല്ല എന്റെ ബിസിനസ്സിൽ നിങ്ങളെ പാർട്ട്നേഴ്സ് ആക്കുകയും ചെയ്യാം എന്നൊക്കെയാണ് ചോയ് അവരുടെ അടുത്ത് പറയുന്നത്. എന്നാൽ അവൻ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാങ് അങ്ങോട്ട് ഓടി വരുന്നത്. വന്ന ഉടനെ തന്നെ അവനൊരു കത്തി വെച്ചിട്ട് ആ ചോയിനെ വെട്ടാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ കാങ് ആ ചോയിനെ കൊന്നു കളഞ്ഞു. ഇതെല്ലാം കാണുമ്പോൾ ഈ യൂജോങ്ങിന്റെ കൂട്ടത്തിലെ 3ാമത് ഒരുത്തനുണ്ടല്ലോ, അവൻ കാങ്ങിന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാണ് അവനെ ഇപ്പൊ കൊന്നു കളഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് അയാൾ കാങ്ങിനോട് ചൂടാവുന്നത്. എന്നാൽ ഈ സമയത്താണ് ആ ഡൂ അവന്റെ പുറകിലൂടെ വന്നിട്ട് അവനെ ഒരു കത്തി വെച്ച് കുത്തുന്നത്. അതിനുശേഷം ആ ഡൂ അവന്റെ കഴുത്തറുത്തിട്ട് അവനെ കൊന്നുകളയാണ്. അതെല്ലാം കണ്ട് യൂജോങ്ങും ലീജോങ്ങും ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോ ആ കാങ് പറഞ്ഞത് അനുസരിക്കാന്നല്ലാതെ അവരുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല. അങ്ങനെ രാത്രിയാവുമ്പോൾ കാങ് പറഞ്ഞതനുസരിച്ചിട്ട് യൂജോങ്ങും ലീജോങ്ങും കൂടെ ആ 2 ശവശരീരങ്ങളും പൊതിഞ്ഞു കെട്ടി ഒരു കുഴിയിലേക്ക് ഇടാൻ തുടങ്ങി. അവരതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഡൂ ചോയിന്റെ ഹോട്ടൽ റൂമിൽ ചെന്നിട്ട് അവൻ പറഞ്ഞ പൈസയൊക്കെ എടുത്തുകൊണ്ട് കാങ്ങിന്റെ അടുത്തേക്ക് വരുന്നത്. കാങ്ങിനെ സംബന്ധിച്ചിട്ട് അത് വളരെ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചോയിനെ കൊല്ലുന്നതിന് മുമ്പ് ഒന്നുകൂടെ പിഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ പൈസ അടിച്ചു മാറ്റായിരുന്നു. പ്രശ്നമില്ല, ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാങ് അവിടെ നിന്നൊരു കത്തി എടുക്കുകയാണ്. ഈ സമയം ആ ചോയുടെ ശരീരമാണെങ്കിൽ പൊതിഞ്ഞു കെട്ടിയാണ് ഇരിക്കുന്നത്. അവൻ ആ കത്തി വെച്ചിട്ട് ആ കവറ് മൊത്തം കീറി. അതിനുശേഷം കാങ് ആ ചോയുടെ കൈപ്പത്തി വെട്ടിയെടുക്കുകയാണ്. എന്നിട്ട് ആ കൈപ്പത്തിയുടെ അടുത്ത് അവന്റെ പാസ്പോർട്ട് വെച്ച് കാങ് അതിന്റെ ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് ആ ഫോട്ടോ ചോയുടെ അച്ഛനായ ചൂണിന് അയച്ചു കൊടുത്തു. അതിനുശേഷം അവനൊരു മെസ്സേജും ടൈപ്പ് ചെയ്തു. ഇത് നിങ്ങളുടെ മകന്റെ കൈപ്പത്തിയാണ്. ഇവനെ ജീവനോടെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ എനിക്ക് തരണം എന്നാണ് കാങ് മെസ്സേജ് അയച്ചത്. ഇത്രയും കാര്യങ്ങളാണ് വിഷ്വലായിട്ട് കാണിക്കുന്നത്. പിന്നീട് യൂജോങ് ഡോൺലിയുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ കാങ് ആ മെസ്സേജ് അയച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ 5 ലക്ഷം രൂപ കിട്ടി. അതിനെ തുടർന്ന് ഞാനും ലീജോങ് അവിടെ നിന്ന് ചാടുകയും ചെയ്തു. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതാ കാങ്ങിന്റെ ആൾക്കാർ തന്നെയാണ്. അവർ ഉറപ്പായിട്ട് എന്നെ കൊല്ലും. അതുകൊണ്ടാണ് ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയത്. ഇപ്പൊ ഈ ലീജോങ്ങിനെ കൊന്നത് ആ കാങ് തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എന്നെ രക്ഷിക്കണം. ഞാൻ ഇവിടെ പെട്ടുപോവാണെങ്കിൽ ഉറപ്പായിട്ട് ആ കാങ് എന്നെ കൊല്ലും എന്നൊക്കെയാണ് യൂജോങ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഓക്കെ, നീ പറഞ്ഞൊക്കെ സമ്മതിച്ചു, പക്ഷെ അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഴിച്ചിട്ട് ആ ബോഡി ഞങ്ങൾക്ക് കാണണം. നമുക്ക് വേഗം ചെന്നിട്ട് അതൊക്കെ പരിശോധിക്കാം എന്നാണ് ഡോൺലി പറയുന്നത്. എന്നാൽ ഈ സമയത്താണ് പാർക്ക് അതിൽ ഇടപെടുന്നത്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ബോഡി അന്വേഷിക്കാൻ പോവാണോ? നിങ്ങൾക്ക് ഇപ്പൊ ഈ യൂജോങ്ങിനെ മാത്രം പോരെ? ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ പോരെ നിങ്ങൾക്ക്? എന്തിനാണ് ബോഡിയൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? ഇതെങ്ങനെ ഇവിടുത്തെ വിയറ്റ്നാം പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊറിയൻ പോലീസിന് ഇവിടെ ഒരു വിലയും ഇല്ലാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ നാട്ടിലേക്ക് പോവാൻ നോക്ക് എന്നൊക്കെയാണ് പാർക്ക് പറയുന്നത്. എന്നാൽ ഡോൺലി അതിന് സമ്മതിക്കുന്നില്ല. ആ ബോഡി നേരിട്ട് ചെന്ന് കണ്ടേ മതിയാവൂ എന്ന് ഡോൺലി വാശി പിടിക്കുകയാണ്. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ക്യാപ്റ്റൻ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉടനെ തന്നെ ഡോൺലി വിളിക്കുന്നത് നാട്ടിലുള്ള അവന്റെ ടീമിനെയാണ്. അതിനുശേഷം 2 കാര്യങ്ങളാണ് അവരുടെ അടുത്ത് പറയുന്നത്. അതിലൊന്നാമത്തെ കാര്യം, കാങ് എന്നൊരുത്തിനെ കുറിച്ചിട്ട് അവിടെ എന്തെങ്കിലും കേസ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. 2ാമത്തെ കാര്യം, ചോയ് എന്ന് പറയുന്ന ഒരാൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നും അന്വേഷിക്കണം. ഈ 2 കാര്യങ്ങളാണ് ഡോൺലി അവന്റെ ടീമിനെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഡോൺലിയും ടീമും യൂജോങ് പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ മൊത്തം കുഴിക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിയുമ്പോൾ അവർ ആ ബോഡി കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ആ ബോഡികളൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ട് ഡോൺലി നേരെ വിളിക്കുന്നത് അവർ ആ റെസ്റ്റോറന്റിൽ ഇരുന്നപ്പോൾ അവന്റെ ഒരു ഫ്രണ്ട് അങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു, അവനെയാണ്. ഈ കാങ്ങിനെ കുറിച്ച് നിനക്ക് എന്തറിയാം എന്നാണ് ഡോൺലി അവന്റെ അടുത്ത് ചോദിക്കുന്നത്. കാങ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അവന് ശരിക്കും പേടിയാവാൻ തുടങ്ങി. നിങ്ങൾ അവനെ അന്വേഷിച്ചാണ് അങ്ങോട്ട് വന്നത്? അവൻ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അവൻ എവിടെയാണുള്ളത് എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ റാക്കു എന്ന് പറയുന്ന ഒരു ഗുണ്ടയുണ്ട്. 2-3 ദിവസം മുമ്പ് അവൻ ഈ കാങ്ങിനെ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ആ ഫ്രണ്ട് ഡോൺലിയുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ആ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് വിയറ്റ്നാം പോലീസിന്റെ ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ കൊറിയൻ പോലീസ് വന്നിട്ട് അവിടെ
അവിടെ ആ ബോഡികളൊക്കെ കുഴിച്ചെടുത്തു എന്നറിഞ്ഞിട്ട് വന്നാണ് അയാൾ. വന്ന ഉടനെ തന്നെ അയാൾ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇവിടുത്തെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് അയാൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഡോൺലിയുടെ ക്യാപ്റ്റനും വിട്ടുകൊടുക്കുന്നില്ല. ഇവിടെ മരിച്ചടക്കുന്നത് ഞങ്ങളുടെ ആൾക്കാരാണ്, ഇവരെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ നോക്കി നിൽക്കല്ലേ ചെയ്യുന്നത്? കുറേയിൽ എത്ര ആളുകൾ ഇവിടെ കാണാതാവുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ പിന്നെ ഞങ്ങളല്ലാതെ വേറെ ആരാണ് ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്യാപ്റ്റൻ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ പ്രശ്നം വഷളാവുന്ന കാണുമ്പോൾ ഡോൺലി ആണെങ്കിൽ അയാളെ പിടിച്ച് മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഒരു ടീം ഇപ്പോ ആ കാങ്ങിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ടീം മറ്റാരുമല്ല, ആ മരിച്ചുപോയ ചോയ് ഉണ്ടല്ലോ, അവന്റെ അച്ഛനായ ചൂൺ അയച്ചതാണ് ഈ ടീമിനെ. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചോയെ വിട്ടുതരാമെന്നാണല്ലോ കാങ് മെസ്സേജ് അയച്ചത്. എന്നാൽ ചോയ് മരിച്ച കാര്യം ഇപ്പൊ ചൂൺ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാങ്ങിനെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ചൂൺ ഈ ടീമിനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അങ്ങനെ അവർ വേഗം തന്നെ കാങ്ങിന്റെ വീടൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. നേരത്തെ ഡോൺലിയുടെ ആ ഫ്രണ്ട് പറഞ്ഞ റാക്കു എന്ന ഗുണ്ടയുണ്ടല്ലോ, അവന്റെ ഒരു അസിസ്റ്റന്റ് ആണ് ഈ ടീമിനെ കാങ്ങിന്റെ വീട് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. കാങ്ങിനെ അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ആ ചൂൺ അവൻ അയച്ചു കൊടുത്ത ആ പൈസ അവർക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവർ ഉടനെ തന്നെ അതൊക്കെ എടുക്കുകയാണ്. അതിനുശേഷം ആ ടീമിന്റെ തലവൻ ആ പൈസ കണ്ടെത്തിയ കാര്യം ചൂണിനെ അറിയിക്കുകയും ചെയ്തു. ഇതേ സമയം തന്നെ ഡോൺലിയും ക്യാപ്റ്റനും നേരെ പോകുന്നത് ആ റാക്കുവിന്റെ താവളത്തിലേക്കാണ്. ഒരു ഗാംബ്ലിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണത്. ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. ഡോൺലി അങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ ആ റാക്കുവിനെയാണ് അന്വേഷിക്കുന്നത്. പക്ഷെ അവൻ മര്യാദയ്ക്ക് ചോദിച്ചിട്ട് അവന്മാരും ഒരു മറുപടി പറയുന്നില്ല. പക്ഷെ ഡോൺലിക്കാണെങ്കിൽ അധികം സമയമില്ല. അതുകൊണ്ട് അവൻ പെട്ടെന്ന് അവന്മാരെ പിടിച്ചിടിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റ് കഴിയുമ്പോഴാണ് ആ റാക്കു ഒരു തോക്കും പിടിച്ച് അങ്ങോട്ട് വരുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഡോൺലി അവന്റെ കയ്യിൽ നിന്ന് ആ തോക്ക് തട്ടിപ്പറിക്കുകയാണ്. അതിനുശേഷം അവനെയും പിടിച്ചിടിക്കാൻ തുടങ്ങി. ആ കാങ് എവിടെയുണ്ട് എന്നാണ് ഡോൺലി ചോദിക്കുന്നത്. അതേക്കുമ്പോൾ കാങ്ങിന്റെ സ്ഥലം കണ്ടെത്താൻ വേണ്ടി ഒരു കൊറിയൻ ടീമാണ് ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നത്. പക്ഷെ ആ ടീമിനെ അയച്ചത് ആരാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്റെ അസിസ്റ്റന്റായ ഇവൻ അറിയാൻ കാങ്ങിന്റെ വീട് എവിടെയാണുള്ളത് എന്ന് പറഞ്ഞിട്ട് അയാൾ അവന്റെ അസിസ്റ്റന്റിനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഡോൺലി നേരെ വിളിക്കുന്ന അവന്റെ ടീമിനെയാണ്. പുതിയ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഒരുത്തം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചോയിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. ചോയ് കാണാതായി എന്നതിനെ സംബന്ധിച്ചിട്ട് ആരും ഒരു കേസും ഫയൽ ചെയ്തിട്ടില്ല. ഈ ചോയുടെ അച്ഛന്റെ പേര് ചൂൺ എന്നാണ്. അയാൾ ഇവിടുത്തെ വലിയൊരു പുള്ളിയാണ്. ഓരോ ദിവസവും ലക്ഷങ്ങളുടെ ഇടപാടാണ് അയാൾ നടത്തുന്നത് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ കാങ്ങിനെ കൊല്ലാൻ ആ കൊറിയൻ കൊട്ടേഷൻ ടീമിനെ അയച്ചത് ചൂണാണ് എന്ന കാര്യം ഡോൺലിക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു. കാങ്ങും ഡൂവും ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് എത്തി. ആ കൊട്ടേഷൻ ടീം ഇപ്പോഴും അവിടെ നിന്ന് പോയിട്ടില്ല. അവര് കാങ്ങിനെയും വെയിറ്റ് ചെയ്തിട്ട് ആ വീട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ കാങ്ങും ഡൂ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ വീട്ടിനകത്ത് താരമുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാണ് അവർ വീട്ടിനകത്തേക്ക് കയറുന്നത്. അങ്ങനെ കാങ് അകത്തേക്ക് കയറിയപ്പോൾ ആ കൊട്ടേഷൻ ടീം അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവർ വിചാരിച്ച പോലെ കാങ്ങിനെ കീഴ്പ്പെടുത്താൻ അത്ര എളുപ്പമായിരുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. വളരെ പെട്ടെന്നാണ് കാങ്ങും ഡൂവും ചേർന്നിട്ട് ആ കൊട്ടേഷൻ ടീമിനെ മൊത്തം വെട്ടി വീഴ്ത്തുന്നത്. ഇനിയിപ്പോൾ അതിൽ മരിക്കാത്തായിട്ട് ഒരുത്തം മാത്രമേ ഉള്ളൂ. അത് ആ ടീമിന്റെ തലവനാണ്. ആരാണ് നിങ്ങൾക്ക് ഈ കൊട്ടേഷൻ തന്നത് എന്നാണ് കാങ് അവന്റെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ചോയുടെ അച്ഛനായ ചൂണാണ് എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ആ ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ കാങ് ഉടനെ തന്നെ അയാളെയും കൊന്നുകളയാണ്. അങ്ങനെ അവന്റെ പണി തീർത്തതിന് ശേഷം കാങ് നേരെ വിളിക്കുന്നത് ചോയുടെ അച്ഛനായ ചൂണിനെയാണ്. അപ്പൊ നിങ്ങളാണല്ലേ എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ ഏർപ്പാടാക്കിയത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ പിന്നെ അല്ലാതെ എന്റെ മകനെ കൊന്ന നിന്നെ ഞാൻ വെറുതെ വിടുന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ട് ഞാൻ നിന്നെ കൊല്ലും എന്നാണ് ചൂൺ പറയുന്നത്. അത് കേൾക്കുമ്പോൾ കൊല്ലുന്നൊക്കെ വിട്, നിങ്ങൾ എന്റെ പൈസ എടുത്തില്ലേ, മര്യാദക്ക് അത് തിരിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ തേടി ഞാൻ അങ്ങോട്ട് വരും എന്നാണ് കാങ് പറയുന്നത്. എന്നാൽ അതിന് മറുപടി പറയാതെ ചൂൺ ഫോൺ കട്ട് ചെയ്യാണ്. അത് കണ്ട് കാങ് ആണെങ്കിൽ ആകെ ദേഷ്യത്തിലിരിക്കുകയാണ്. ഈ സമയത്താണ് ഡോൺലിയും ക്യാപ്റ്റനും അങ്ങോട്ട് വരുന്നത്. അവർ ആ വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ ആ കൊട്ടേഷൻ ടീം മൊത്തം അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഡോൺലിയും ക്യാപ്റ്റനും ഉടനെ തന്നെ അവിടേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയം അവിടെ കുറേയേറെ ബാഗുകൾ അവർ കാണുന്നുണ്ട്. അതിൽ നിന്നും ആ കാണാതായ ടൂറിസ്റ്റുകളൊക്കെ തട്ടിക്കൊണ്ടുപോയത് ഈ കാങ് ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാങ് ഒരു കത്തി എടുത്തിട്ട് അങ്ങോട്ട് ഓടി വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ക്യാപ്റ്റന്റെ തോളിനൊരു വെട്ടുകൊടുക്കുകയാണ്. ഇതും കണ്ടുകൊണ്ടാണ് ഡോൺലി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഉടനെ തന്നെ ഡോൺലി കാങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റ് നടക്കുന്നതിനിടയിലാണ് ഡൂ അങ്ങോട്ട് വന്നിട്ട് ഡോൺലിയെ പിടിക്കുന്നത്. അങ്ങനെ ഡോൺലിയും ഡൂവും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ഡോൺലി ഡൂവിനെ കീഴ്പ്പെടുത്തി. പക്ഷെ അവൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാങ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആകെ നിരാശയിൽ നിൽക്കുകയാണ്. അങ്ങനെ വെട്ടുകൊണ്ടതിനെ തുടർന്ന് ക്യാപ്റ്റനെ ഹോസ്പിറ്റലിലാക്കി. ആ ഡൂവിനെ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് ആക്കിയിരിക്കുന്നത്. ക്യാപ്റ്റന്റെ കാര്യം സെറ്റിലാക്കിയതിനു ശേഷം ഡോൺലി നേരെ പോകുന്നത് ഡൂവിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കാങ് എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നാണ് ഡോൺലി അവന്റെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ കാങ് ചൂണിനെ കാണാൻ വേണ്ടി കൊറിയയിലേക്കാണ് പോയിരിക്കുന്നത് എന്നാണ് ഡൂ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ ഡോൺലിയും ക്യാപ്റ്റനും നേരെ കൊറിയയിലേക്ക് പോവാണ്. കൊറിയയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഡോൺലി നേരെ പോകുന്നത് പഴയൊരു ഫ്രണ്ടിനെ കാണാനാണ്.
ഇത് ഫ്രണ്ട് അല്ല, ഡോൺലിയുടെ പഴയൊരു ഇരയായിരുന്നു അവൻ. ഇവന്റെ പേര് ജാങ് എന്നാണ്. ഡോൺലിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഇവന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പുതിയൊരു ഉടായ്പ ബിസിനസ് ഒക്കെയാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കാങ് കൊറിയയിലേക്ക് വന്നിരിക്കുന്നത് ഫ്ലൈറ്റ് വഴിയല്ല, ബോട്ട് വഴിയാണ്. അങ്ങനെയുള്ള ബോട്ടുകളെ കുറിച്ച് അന്വേഷിക്കാനാണ് ഡോൺലി ഇപ്പൊ ജാങ്ങിനെ കാണാൻ ചെന്നിരിക്കുന്നത്. ചോദിച്ച ഉടനെ തന്നെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ഇടി കിട്ടും എന്ന കാര്യം ജാങ്ങിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ഉടനെ തന്നെ ഫോൺ വിളിച്ചിട്ട് ആ ബോട്ടുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയാണ്. അതിനുശേഷം ഡോൺലിയുടെ കയ്യിൽ ഒരു കാർഡ് കൊടുക്കുന്നു. ഒറ്റക്കണ്ണൻ എന്ന് വിളിക്കുന്ന ഒരുത്തനുണ്ട്. അവൻ അറിയാതെ ഇങ്ങോട്ട് ഒരു ബോട്ടും വരത്തില്ല. അവന്റെ അടുത്ത് തിരക്കി കഴിഞ്ഞാൽ ഏത് ബോട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നാണ് ജാങ് പറയുന്നത്. അങ്ങനെ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം ഡോൺലി വേഗം അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവർ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം പോർട്ടിന്റെ സൈഡിലുള്ള CCTV ക്യാമറയ്ക്ക് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിലൊരു ഫൂട്ടേജിൽ അവർ കാങ്ങിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവനൊരു കാറിലേക്ക് കയറുന്ന ഒരു വീഡിയോ ആണത്. ഉടനെ തന്നെ അവർ ആ കാറിന്റെ നമ്പറൊക്കെ നോട്ട് ചെയ്തു. ഇതേ സമയം തന്നെ ആ ചൂണാണെങ്കിൽ ഇപ്പൊ പോർട്ടിലാണ് നിൽക്കുന്നത്. കാങ്ങിനെ കുറിച്ച് അന്വേഷിക്കാനാണ് അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവരവിടെ നിന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ കാങ് കൊറിയയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ കാങ്ങിനെ കൊല്ലാൻ ഉടനെ തന്നെ മറ്റൊരു കൊട്ടേഷൻ ടീമിനെ ഇറക്കണം എന്നാണ് ചൂൺ അയാളുടെ അസിസ്റ്റന്റിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി കാങ് അറിയിച്ചതിനെ തുടർന്ന് 2 ആൾക്കാർ ഇപ്പൊ കൊറിയയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവന്റെ സഹായത്തിന് വേണ്ടി വിളിച്ചതാണ്. ഇതിലൊരുത്തന്റെ പേര് മർലോൺ എന്നും മറ്റവന്റെ പേര് കെന്നി എന്നുമാണ്. ഇതേ സമയം തന്നെ ഡോൺലിയും ടീമും നേരെ പോയിരിക്കുന്നത് ആ ചോയുടെ വീട്ടിലേക്കാണ്. ഇന്നാണ് അവന്റെ ഫ്യൂണറലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ സമയം ചോയുടെ അമ്മയായ കിം അവിടെ നിൽക്കുന്നുണ്ട്. തന്റെ മകന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് അവരിപ്പോ ഡോൺലിയോടും ടീമിന്റെ അടുത്ത് നന്ദി പറയാണ്. അങ്ങനെ അവരോടുള്ള സംസാരത്തിന് ശേഷം നേരെ ഭക്ഷണം കഴിക്കാനാണ് അവർ പോകുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഡോൺലിക്ക് ഒരു കോള് വരുന്നത്. അവർ നേരത്തെ CCTVയിൽ കണ്ട ആ കാങ്ങിന്റെ കാർ ഉണ്ടല്ലോ, അതിപ്പോ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അത് അറിയിക്കാനാണ് പോലീസുകാർ ഇപ്പൊ ഡോൺലിയെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഡോൺലി ഉടനെ തന്നെ ആ സ്പോട്ടിലേക്ക് എത്തി. അവർക്ക് കാങ്ങിന്റെ കാർ അവിടെ നിന്ന് കിട്ടി. പക്ഷെ അതിലെ തെളിവുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല CCTV ക്യാമറ ആ ഏരിയയിൽ എവിടെയും ഇല്ല. ഇതേ സമയം തന്നെ കാങ് ഏർപ്പാടാക്കിയ ആ മർലോണും കെന്നിയും ഉണ്ടല്ലോ, അവര് നേരെ പോകുന്നത് ആ ചൂണിന്റെ ഫ്ളാറ്റിന്റെ ബേസ്മെന്റിലേക്കാണ്. അവരങ്ങോട്ട് ചെല്ലുമ്പോൾ ചൂൺ ഏർപ്പാടാക്കിയ കൊട്ടേഷൻ ടീമും അവിടെ ഒരു കാറിൽ ഇരിക്കുന്നുണ്ട്. അവര് വിളിച്ചതിനെ തുടർന്ന് ചൂണും ടീമും ഇപ്പൊ അവരെ കാണാൻ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു ലിഫ്റ്റിന്റെ അകത്തേക്ക് കയറുകയാണ്. ഇപ്പൊ ലിഫ്റ്റിന്റെ അകത്തേക്ക് കയറിയിരിക്കുന്നത് ചൂണും അയാളുടെ അസിസ്റ്റന്റും ആണ്. എന്നാൽ ഈ സമയത്താണ് ഒരുത്തനും കൂടെ അകത്തേക്ക് കയറുന്നത്. അത് കാങ് ആയിരുന്നു. അങ്ങനെ ആ ലിഫ്റ്റ് ക്ലോസ് ചെയ്ത ഉടനെ തന്നെ കാങ് ആ അസിസ്റ്റന്റിനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ കാങ് അയാളെ കൊന്നുകളയാണ്. ഇതേ സമയം തന്നെ ആ മെർലോണും കെന്നിയും നേരെ പോകുന്നത് മറ്റേ കൊട്ടേഷൻ ടീമിന്റെ അടുത്തേക്കാണ്. അവർ ആ വണ്ടിക്ക് അകത്തേക്ക് കയറിയിട്ട് അതിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും വെട്ടിക്കൊല്ലാണ്. ഈ സമയമാകുമ്പോഴേക്കും കാങ് ആണെങ്കിൽ ചൂണിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവരുടെ അടുത്തേക്കാണ് മെർലോണും കെന്നിയും ചെല്ലുന്നത്. ഇവിടെ ഒരു കൊട്ടേഷൻ ടീം ഉണ്ടായിരുന്നല്ലോ, ഇതാരാണ്? അവരെല്ലാത്തിനെയും ഞങ്ങൾ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം നേരത്തെ പറഞ്ഞേക്കാം, നീ തരാമെന്ന് പറഞ്ഞ പൈസയിലൊന്നും നിൽക്കത്തില്ല, കുറച്ചുകൂടെ നീ കൂട്ടി തരേണ്ടി വരും എന്നാണ് അവർ കാങ്ങിന്റെ അടുത്ത് പറയുന്നത്. ഇതേ സമയം തന്നെ ആ ഫ്ളാറ്റിലെ CCTV റൂമിലിരിക്കാൻ ഒരു പോലീസുകാരൻ. അവൻ നോക്കുമ്പോൾ കാങ്ങും ടീമും ആ ചൂണിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നാണ് കാണുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങി. അവർ പോകുന്ന കാറ് ബ്ലോക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അവനെ കൊണ്ട് എത്ര ശ്രമിച്ചിട്ടും അതിനെ ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനാകെ നിരാശയിലാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ഡോൺലിയും ടീമും ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണ്. ആ ചൂണ്ട വൈഫായ കിമ്മും അങ്ങോട്ട് വന്നിട്ടുണ്ട്. തലേ ദിവസം രാത്രി കാങ് അവർക്കൊരു വീഡിയോ ഫുട്ടേജ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാളെ ചൂണിനെ ഉപദ്രവിക്കുന്ന ഒരു ഫുട്ടേജ് ആണത്. അത് കാണിക്കാനാണ് അവരിപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത്. ആ ഫുട്ടേജിൽ കാങ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ എനിക്ക് കിട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ ഞാൻ കൊന്നുകളയും എന്നാണ് കാങ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം കിം അവരുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഈ ചൂൺ എന്ന് പറയുന്നത് ഒരു ദുഷ്ടനാണെന്ന് എനിക്കറിയാം, പക്ഷെ അദ്ദേഹം എന്റെ ഹസ്ബൻഡാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അതിനുവേണ്ടി എന്ത് സപ്പോർട്ട് ഞാൻ ചെയ്യാം എന്നാണ് കിം അവരുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഡോൺലി ഉടനെ തന്നെ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി കിമ്മിന്റെ അടുത്ത് കാങ്ങിനെ വിളിക്കാൻ പറയാണ്. അങ്ങനെ അവർ കാങ്ങിനെ വിളിക്കുമ്പോൾ ബാക്കിയുള്ള പോലീസുകാർ അതൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഈ ഡോൺലി പറഞ്ഞു കൊടുത്ത അതേ രീതിയിലാണ് കിം ഇപ്പൊ കാങ്ങിനോട് സംസാരിക്കുന്നത്. എന്റെ മകനെ വിട്ടുതരാൻ വേണ്ടി എന്റെ ഹസ്ബൻഡ് നിനക്ക് പൈസ അയച്ചു തന്നിട്ടില്ലായിരുന്നോ? എന്നിട്ട് നീ അവനെ കൊന്നുകളയല്ലേ ചെയ്തത്? ഇപ്പൊ ഈ പൈസ ഞാൻ തന്നു കഴിഞ്ഞാൽ നീ എന്റെ ഹസ്ബൻഡിനെ കൊല്ലത്തില്ല എന്ന് എന്താണ് ഉറപ്പ് എന്നാണ് കിം ആദ്യം ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനെ ഞാൻ തിരിച്ചു തരാം എന്നാണ് കാങ് അതിന് മറുപടി പറയുന്നത്. ഓക്കെ, എവിടെയാണ് ഞാൻ വരേണ്ടത്? കിം വീണ്ടും ചോദിക്കുന്നു. നാളെ ഉച്ചയാവുമ്പോൾ ഇന്ന സ്ഥലത്ത് ഒരു പെട്ടിയിലായിരിക്കണം കാശ് കൊണ്ടുവരേണ്ടത് എന്നാണ് കാങ് പറയുന്നത്. ഓക്കെ, ഞാൻ കൊണ്ടുവരാം, പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് എന്റെ ഡ്രൈവറും കൂടെ കാണും എന്നാണ് കിം പറയുന്നത്. കാങ് ആണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ കോള് കട്ട് ചെയ്തതിന് ശേഷം ഡോൺലിയും ക്യാപ്റ്റനും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഡ്രൈവറായിട്ട് ആരെയാണ് അയക്കേണ്ടത് എന്നാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഡോൺലി അതിനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. അവൻ നേരെ പോകുന്നത് അയാളുടെ അടുത്തേക്കാണ്. അത് മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കണ്ട ജാങ് ആണ്. ഡോൺലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും അത് അവനനുസരിച്ചേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഇടി കിട്ടും. അങ്ങനെ സമയം രാത്രിയായി. കാങ്ങും ടീമും ഇപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി ഒരു ബോട്ട് റെഡിയാക്കാൻ വേണ്ടി ആ ഒറ്റക്കണ്ണനെ വിളിച്ചിരിക്കുകയാണ്. രാത്രി 1 മണിയാവുമ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാനാണ് അവർ ബോട്ട് റെഡിയാക്കാൻ വേണ്ടി ഒറ്റക്കണ്ണന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അത് വിളിച്ച് സംസാരിച്ചതിന് ശേഷം എങ്ങനെയാണ് അവരുടെ ഓപ്പറേഷൻ എന്ന കാര്യങ്ങളൊക്കെ കാങ് ബാക്കിയുള്ളവന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി.
നിങ്ങൾ രണ്ടുപേരും ആ ലേഡിയുടെ പുറകെ കാണണം, എന്നിട്ട് അവളെയും കൊണ്ട് ഈ സിഗ്നലിന്റെ അടുത്തേക്ക് വരണം, ഞാൻ അവിടെ ഉണ്ടാവും, എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് പണവുമായിട്ട് രക്ഷപ്പെടാം എന്നാണ് കാങ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അപ്പൊ നമ്മളെ സെപ്പറേറ്റ് ആയിട്ടാണോ പോകുന്നത്, ഞങ്ങളെ പറ്റി ഒറ്റയ്ക്ക് രക്ഷപ്പെടാനാണോ നീ ശ്രമിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എടോ നമ്മളെല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്, അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ എന്നെ വിശ്വസിക്കുക എന്നാണ് കാങ് പറയുന്നത്. അവരാണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി പറഞ്ഞത് പ്രകാരം ഒരു വലിയ പെട്ടിക്കകത്ത് പൈസ മൊത്തം നിറച്ച് ആ ജാങ് ഇപ്പോൾ കിമ്മിന്റെ വണ്ടിയിലേക്ക് വെച്ചിരിക്കുകയാണ്. അതൊക്കെ സെറ്റാക്കിയതിനു ശേഷം അവരവിടെ നിന്ന് മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ സമയം അവരെ ഫോളോ ചെയ്തുകൊണ്ട് ആ മെർലോണും കെന്നിയും അവരുടെ പുറകെ തന്നെയുണ്ട്. ഇതേ സമയം ഒരു വാനിനകത്ത് പോലീസുകാർ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കറക്റ്റ് സമയമാകുമ്പോൾ കാങ് ആ കിമ്മിനെ വിളിച്ചു. അവനിപ്പോ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നാണ് സംസാരിക്കുന്നത്. പോലീസുകാരൊക്കെ അവരെ ഫോളോ ചെയ്യുന്നത് അവനും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ ഒഴിവാക്കണം. അതിനുവേണ്ടി പെട്ടെന്ന് യൂ ടേൺ എടുക്കാനാണ് കാങ് കിമ്മിന്റെ അടുത്ത് പറയുന്നത്. മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് അവർ യൂ ടേൺ എടുക്കുകയും ചെയ്യുന്നു. ബാക്കിയുള്ളവരാരും ഈ ഒരു കാര്യം പ്രതീക്ഷിച്ചതല്ല. എങ്കിലും കഷ്ടപ്പെട്ട് അവർ യൂ ടേൺ എടുത്തിട്ട് ആ വണ്ടിക്ക് പുറകെ പോകാൻ തുടങ്ങി. ഈ സമയത്താണ് കാങ് വീണ്ടും അവരോട് യൂ ടേൺ എടുക്കാൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ കിമ്മിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. നിനക്കെന്താ പൈസ വേണ്ടേ, നീ ഞങ്ങളെ കളിപ്പിക്കുകയാണോ എന്നാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങ് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ടുകയാണ്. അങ്ങനെ ജാങ് വീണ്ടും വണ്ടി തിരിച്ചു. ഇതെല്ലാം കാണുമ്പോൾ ഡോൺലിക്ക് ശരിക്കും ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. ഇവരെന്താണ് ഈ ചെയ്യുന്നത് എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ബാക്കി പോലീസുകാരുടെ കാര്യം അത് തന്നെയാണ്. ഇതേ സമയം വേറൊരു പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ ഡോൺലിയുടെ നിർദ്ദേശപ്രകാരം ആ ചൂണിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അവനിപ്പോ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ അവനൊരു കാറ് കാണുന്നുണ്ട്. അവൻ വേഗം തന്നെ കാറിന്റെ അടുത്തേക്ക് പോവാണ്. എന്നാൽ അവൻ നോക്കുമ്പോൾ ആ ചൂൺ അതിനകത്തുണ്ടായിരുന്നില്ല. അയാൾ അതിനകത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. ആ കാര്യം ഡോൺലിയെ വിളിച്ച് പറഞ്ഞതിന് ശേഷം അവൻ നേരെ അവിടെയുള്ള ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്കാണ് പോകുന്നത്. ഈ സമയം അതിനകത്തൊരു കാറ് കിടക്കുന്നുണ്ട്. അത് ആ കാങ്ങിന്റെ കാറാണ്. അങ്ങനെ അവിടെയൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ അവൻ ആ ചൂണിനെ കണ്ടെത്തി. അയാൾ അവിടെ താഴെ കിടത്തിയിരിക്കുകയാണ്. നല്ല രീതിയിൽ ഇടി കിട്ടിയതുകൊണ്ട് അയാൾക്ക് എഴുന്നേൽക്കാൻ പോലും സാധിക്കുന്നില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ആ പോലീസുകാരൻ അയാളെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നത്. എന്നാൽ ഈ സമയത്താണ് ആ കാങ് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അയാൾ ഒരു കത്തി വെച്ചിട്ട് ആ പോലീസുകാരനെ കുത്തുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് അവന്റെ ടീമിലെ ബാക്കി പോലീസുകാർ അങ്ങോട്ട് ഓടി വരുന്നത്. അത് കാണുമ്പോൾ ആ ചൂണിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് കാങ് അവന്റെ കാറും എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ക്യാപ്റ്റനും ടീമും എല്ലാവരും അവിടേക്ക് എത്തി. അവരുടനെ തന്നെ ആ ചൂണിനെ സെക്യൂർ ചെയ്തു. ക്യാപ്റ്റൻ ഇപ്പം ആ കാര്യം നേരെ ഡോൺലി വിളിച്ച് പറയാണ്. ചൂൺ സെക്യൂർ ആയി എന്ന് അറിയുമ്പോൾ അവനും ശരിക്കും ആശ്വാസമായി. ഇനിയിപ്പോൾ അവർക്ക് ചെയ്യാനുള്ളത് ആ കാങ്ങിനെ പിടിക്കാന്ന് മാത്രമാണ്. ഇതേ സമയം തന്നെ കാങ് ആണെങ്കിൽ അവന്റെ കാറിൽ കയറി വളരെ വേഗത്തിൽ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൻ അവന്റെ ടീമിനെ വിളിക്കുന്നുണ്ട്. നമ്മുടെ പ്ലാൻ മൊത്തം തെറ്റി, പോലീസുകാർ നമ്മുടെ പുറകിലുണ്ട്, അതുകൊണ്ട് പ്ലാൻ ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്ക് എന്നാണ് കാങ് അവരുടെ അടുത്ത് പറയുന്നത്. എന്നാൽ അത് അവൻ അവരെ പറ്റിക്കാൻ പറയാണ് എന്നാണ് അവന്മാർ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്മാർ അതിൽ നിന്ന് പിന്മാറുന്നില്ല. ഈ സമയത്താണ് ഡോൺലി ആ ജാങ്ങിനെ വിളിക്കുന്നത്. അതിനുശേഷം ഫോൺ ലൗഡ് സ്പീക്കർ ഇടാനാണ് അവൻ പറയുന്നത്. അങ്ങനെ ഫോൺ ലൗഡ് സ്പീക്കർ ഇടുമ്പോൾ ഡോൺലി കിമ്മിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നിങ്ങളുടെ ഹസ്ബൻഡിനെ ഞങ്ങൾക്ക് കിട്ടി, ആള് സുരക്ഷിതനാണ്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ പുറകിൽ ഒരു വണ്ടി വരുന്ന കണ്ടില്ലേ, അതിനകത്ത് ആ കാങ്ങിന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ സിഗ്നൽ തരുന്നത് വരെ ഇതേ സ്പീഡിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി എന്നാണ് ഡോൺലി പറയുന്നത്. അങ്ങനെ അവർ അതേ സ്പീഡിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ആ കാർ അവരെ വട്ടം വെക്കുന്നത്. എന്നാൽ അവന്മാർ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ജാങ് വണ്ടി റിവേഴ്സ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ആ കാർ ഓടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. ഈ സമയം ബാക്കി എല്ലാവരും അവരെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ജാങ് ഉടനെ തന്നെ ആ കാറുമായിട്ട് ഒരു അണ്ടർഗ്രൗണ്ടിലേക്കാണ് ഇറങ്ങുന്നത്. ഈ സമയം ആ മെർലോണും കെന്നി അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരിടത്തെത്തുമ്പോൾ ജാങ് പെട്ടെന്ന് വണ്ടി നിർത്തുകയാണ്. അതിനുശേഷം ജാങ്ങും കിമും വേഗം തന്നെ പുറത്തേക്ക് ഓടുന്നു. എന്നാൽ ജാങ്ങിന്റെ മനസ്സിൽ ഇപ്പോഴും ആ പൈസയാണ്. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും തിരിച്ച് ആ വണ്ടിയിലേക്ക് കയറി അത് ഓടിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ സമയം കെന്നി ആണെങ്കിൽ ആ വണ്ടിയുടെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാതെ ജാങ് വളരെ വേഗത്തിൽ വണ്ടി മുന്നോട്ട് ഓടിക്കുകയാണ്. അങ്ങനെ ഒരിടത്തെത്തുമ്പോൾ ജാങ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ ആ കെന്നി ആണെങ്കിൽ തെറിച്ച് മറ്റൊരു കാറിന്റെ മുകളിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ ജാങ് ആ കാറുമായിട്ട് പുറത്തേക്ക് പോവാണ്. ഈ സമയം അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. ആ കാറിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം കെന്നി നേരെ ആ പോലീസുകാരന്റെ അടുത്തേക്കാണ് പോകുന്നത്. എന്നിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് ബാക്കിയുള്ള പോലീസുകാരൊക്കെ അങ്ങോട്ട് ഓടി വരുന്നത്. അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് ആ കെന്നിയെ ലോക്ക് ചെയ്തു. ഇതേ സമയം തന്നെ മെർലോൺ ആണെങ്കിൽ ആ കിമ്മിന്റെ പുറകിലാണ്. അവരിപ്പോ ഒരു മാളിന്റെ അകത്താണ് നിൽക്കുന്നത്. അവൻ പെട്ടെന്ന് ഓടി ചെന്നിട്ട് അവളെ പിടിച്ചു. അതിനുശേഷം അവളെ കുത്താൻ തുടങ്ങുമ്പോഴാണ് ഡോൺലി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഡോൺലി അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഡോൺലിയുടെ വക 2-3 ഇടി കിട്ടി കഴിയുമ്പോൾ ആ മെർലോന്റെ പണി തീരുകയും ചെയ്തു. ഇതേ സമയം തന്നെ ജാങ് ആണെങ്കിൽ വെളിയിലേക്ക് എത്തി. അവൻ ആ വണ്ടിയുമായിട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് കാങ്ങിന്റെ വണ്ടി അങ്ങോട്ട് വന്നിട്ട് അവൻ ഇടിക്കുന്നത്. അത് ആക്സിഡന്റ് ആയി കഴിയുമ്പോൾ ജാങ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പൈസ അടങ്ങിയ പെട്ടിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അത് കാണുമ്പോൾ കാങ്ങും അവന്റെ പുറകെ വരാൻ തുടങ്ങി. അങ്ങനെ അവർ സിറ്റിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ഓടി ജാങ് വേഗം തന്നെ ഒരു ടാക്സി കാറിലേക്ക് കയറുന്നു. കാങ് അവരെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ സമയത്താണ് 2 ട്രാഫിക് പോലീസ് ഓടി കാങ്ങിന്റെ അടുത്തേക്ക് വരുന്നത്. അവനാണെങ്കിൽ ഓൾറെഡി ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ആ ഒരു ദേഷ്യത്തിൽ അവൻ ആ കത്തി വെച്ചിട്ട് ആ ട്രാഫിക് പോലീസിനെ കുത്തി വീഴ്ത്താണ്. ഇതേ സമയം തന്നെ ജാങ് ആണെങ്കിൽ ആ ടാക്സിക്ക് അകത്ത് തന്നെയാണ്. ഈ സമയത്താണ് അവൻ ആ പെട്ടി തുറക്കുന്നത്. അതിനകത്തുള്ള പൈസയൊക്കെ കാണുമ്പോൾ അവന് ശരിക്കും സന്തോഷമായി. ആ പൈസയും എടുത്ത് രാജ്യം വിടാനാണ് അവനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഈ സമയം തന്നെ ഡോൺലിയും ടീമും ജാങ് ആ പൈസയുമായിട്ട് മുങ്ങിയ കാര്യം അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഡോൺലി ശരിക്കും നിരാശയിൽ നിൽക്കുകയാണ്.
അങ്ങനെ സമയം രാത്രിയായി. കാങ് നേരെ പോകുന്നത് അവന്റെ ഹോട്ടൽ റൂമിലേക്കാണ്. ഈ സമയം ടിവിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്. കാങ് നേരത്തെ 2 ട്രാഫിക് പോലീസുകാരെ കുത്തിയല്ലോ. അതിനെ തുടർന്ന് അവന്റെ ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ടിട്ടുണ്ട്. മാത്രമല്ല ആ പൈസയുമായിട്ട് കടന്നു കളയാൻ ശ്രമിച്ച ആ ജാങ്ങിന്റെ ഒരു ലുക്കൌട്ട് നോട്ടീസും പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അങ്ങനെ ആ ന്യൂസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം കാങ് വേഗം അവന്റെ ഹോട്ടൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഇതേ സമയം തന്നെ ആ ജാങ് നേരെ പോയിരിക്കുന്നത് ബോട്ട് യാർഡിലേക്കാണ്. അവിടെ എത്തിയ ഉടനെ തന്നെ അവൻ നേരെ വിളിക്കുന്ന ഒറ്റക്കണ്ണനെയാണ്. എനിക്ക് ഉടനെ തന്നെ ഇവിടെ നിന്ന് ചൈനയിലേക്ക് രക്ഷപ്പെടണം, അതിനുവേണ്ടി നീ എങ്ങനെയെങ്കിലും എനിക്കൊരു ബോട്ട് റെഡിയാക്കി തരണം എന്നാണ് അവൻ ആ ഒറ്റക്കണ്ണനോട് പറയുന്നത്. ഒറ്റക്കണ്ണനാണെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഒറ്റക്കണ്ണൻ അത് സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോഴാണ് കാങ് അവന്റെ ബോട്ടിനകത്ത് കയറി വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ആ ഒറ്റക്കണ്ണനെ പിടിക്കുകയാണ്. അങ്ങനെ ഒറ്റക്കണ്ണം പറഞ്ഞ അനുസരിച്ചിട്ട് കാങ് നേരെ പോകുന്നത് ജാങ്ങിന്റെ അടുത്തേക്കാണ്. അവൻ കത്തിയുമായിട്ട് വരുന്ന കാണുമ്പോൾ ജാങ് ആണെങ്കിൽ അവന്റെ കയ്യിലെ പെട്ടി അവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആ പൈസ മൊത്തം ഇപ്പൊ കാങ്ങിന് കിട്ടി. അവൻ അതുമായിട്ട് നേരെ പോകുന്നത് സിറ്റിയിലേക്കാണ്. അവിടെ ചെന്നതിന് ശേഷം അവൻ നൈസായിട്ട് ഒരു ബസ്സിന്റെ അകത്തേക്ക് കയറി. അങ്ങനെ ആ ബസ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇതെല്ലാം ജാങ്ങും കാണുന്നുണ്ട്. ആ ബസ് അവിടെ നിന്ന് പാസ് ചെയ്ത് പോയി കഴിയുമ്പോൾ അവൻ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ആരെയോ വിളിക്കുകയാണ്. അങ്ങനെ കാങ്ങുള്ള ബസ് കുറെ പോയി ഒരു തുരങ്കത്തിന്റെ അകത്തെത്തി. ഇപ്പൊ അവിടെ പോലീസ് ചെക്കിംഗ് നടക്കുകയാണ്. ഡോൺലിയാണ് അവിടെ ചെക്കിംഗ് നടത്തുന്നത്. അങ്ങനെ ഡോൺലി വേഗം തന്നെ കാങ് ഇരിക്കുന്ന ബസ്സിലേക്ക് എത്തി. ഡോൺലിയെ കാണുമ്പോൾ ഇനി അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന കാര്യം കാങ്ങിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ അതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഡോൺലി ബസ്സിലേക്ക് കയറി അതിനകത്തെ യാത്രക്കാരെയൊക്കെ പുറത്തേക്ക് വിട്ടു. അതിനുശേഷം അവൻ നേരെ ചെല്ലുന്നത് കാങ്ങിന്റെ അടുത്തേക്കാണ്. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഫൈറ്റാണ്. അങ്ങനെ ആ ഫൈറ്റിനൊടുവിൽ ഡോൺലി ഇടിച്ച് അവന്റെ പരിപ്പളക്കി. ഈ സമയമാകുമ്പോഴേക്കും പോലീസുകാരൊക്കെ അങ്ങോട്ട് എത്തി. അങ്ങനെ കാങ്ങിനെ പോലീസുകാരെ ഏൽപ്പിച്ചതിന് ശേഷം ഡോൺലി അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. കുറച്ച് മുന്നിലെത്തി കഴിയുമ്പോൾ അവൻ ആ ജാങ്ങിനെ വിളിക്കുന്നുണ്ട്. ജാങ് ഇപ്പോ ആ ബോട്ട് യാർഡിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഈ കാങ്ങിനെ പിടിക്കാൻ വേണ്ടി ഡോൺലിയെ സഹായിച്ചത് ഈ ജാങ് തന്നെയാണ്. എപ്പോഴാണ് അവർ ഈ പ്ലാൻ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസയുമായിട്ട് ജാങ് ഒരു ടാക്സിയിലേക്ക് കയറിയിട്ടില്ലായിരുന്നു. ആ സമയത്താണ് ഡോൺലി അവനെ വിളിക്കുന്നത്. ഡോൺലി അവനോട് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസയും കൊണ്ട് രക്ഷപ്പെടാനാണ് നിന്റെ പ്ലാൻ എങ്കിൽ നിന്നെ കൊണ്ട് അത് പറ്റത്തില്ല. കാരണം ആ പൈസയിലെ സീരിയൽ നമ്പറൊക്കെ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. നീ അത് എവിടെ ചെലവാക്കി കഴിഞ്ഞാലും ഞങ്ങൾക്ക് നിന്നെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേക്ക്. നീ നേരെ ആ ബോട്ട് യാർഡിലേക്ക് പോയിട്ട് ആ ഒറ്റക്കണ്ണനെ വിളിച്ചിട്ട് ചൈനയിലേക്ക് ഒരു ബോട്ട് ബുക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഡോൺലി ആ പ്ലാൻ അവനോട് പറയാണ്. അങ്ങനെയാണ് ജാങ് ആ ബോട്ട് ബുക്ക് ചെയ്തതും അവര് കാങ്ങിനെ പിടിച്ചതും. അങ്ങനെ അവനെ വിളിച്ചിട്ട് ഒരു താങ്ക്സ് പറഞ്ഞതിന് ശേഷം ഡോൺലി അവിടെ നിന്ന് പോവാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അയക്കാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.